നീതി നിഷേധത്തിൻ്റെ ഒരു ആവർത്തനമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഓരോ ദിവസം തോറും പുതിയ കേസുകൾ ചുമത്തി തടങ്കിൽ അടയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് സർക്കാർ മുന്നോട്ട് പോയത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഡെലിഗേഷൻ അടുത്ത ദിവസത്തെ പോയിരുന്നു. ആദ്യമേ അവിടെ ജയിലിൽ പോയപ്പോൾ അവിടെ അവരെ കാണാൻ നിഷേധിച്ചു. പിന്നെ പിറ്റേ ദിവസം പോയി, അത് കഴിഞ്ഞ് DGPയെ വിളിച്ചു, അത് കഴിഞ്ഞ് അവിടെ മഠങ്ങളിൽ പോയി, ഇവിടെ പത്രസമ്മേളനം നടത്തി, അതെ മുഖ്യമന്ത്രിയെ കണ്ടു. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ അവിടെ നമ്മൾ നടത്തുകയും അതേ സമയത്ത് നിന്നൊരു നിവേദനം ഇവിടെ ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ നമ്മൾ നേരിട്ടും ഡെലിഗേഷനിയായിട്ടും നമ്മൾ കൊടുക്കുകയുണ്ടായി. ഏതൊക്കെയാലും ആ ഇടപെടലുകൾ എല്ലാവരുടെയും ഇവിടെ സൂചിപ്പിച്ച ഇടപെടലുകളും അതും മാത്രമല്ല രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം, ഇതൊരു 2 സിസ്റ്റേഴ്സ് മാത്രം എന്നുള്ള വിഷയത്തിനപ്പുറം ഇങ്ങനെയുള്ള അവിടെ ചെന്ന് കഴിയുമ്പോൾ എത്രയോ പേരുകൾ ആ ജയിലിൻ്റെ മുമ്പിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലരും വന്നു, വൈദികർ വന്നു, പല മതത്തിൻ്റെ ആളുകൾ വന്നു, ലീഡേഴ്സ് വന്നു. അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതേ രീതി ഞങ്ങളെയും ഒക്കെ പല ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തു, ഞങ്ങളൊക്കെ ജയിലിൽ കിടക്കേണ്ടി വന്നു, ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം വന്നു. അതിൻ്റെ ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും സർക്കാരിനുണ്ടായിട്ടുണ്ട്. തെറ്റായ ഒരു കേസിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് ഇന്ന് എല്ലാവരും ഡെലിഗേഷനായിട്ട് ആഭ്യന്തരമന്ത്രിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അവിടുത്തെ സർക്കാരുമായി സംസാരിച്ചു. ഇതിനകത്ത് ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം ഏതെങ്കിലും ഒരു കേസിലേക്ക് പോയത്. ഏതൊക്കെയാലും ഉടനടി ഇതിനൊരു മോചനമുണ്ടാകും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷേ അത് പറയുമ്പോഴും നമുക്കൊരു കാര്യം, ബെയിൽ കിട്ടിയാൽ മാത്രം പോരാ, അതിൻ്റെ മുഴുവൻ FIR വരെ നമുക്ക് അത് സ്ക്വാഷ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും, അടുത്ത ഇതിൻ്റെ ഈ വഴിയിൽ കൂടെ ഇവരെ വലിച്ചിറക്കിക്കൊണ്ട് പോകും. അപ്പോൾ അതും ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഏതൊക്കെയാലും കാത്തിരിക്കാം, നമുക്ക് ഒരു നല്ല വാർത്ത കിട്ടട്ടെ എന്ന് ആശംസിക്കാം.